ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാരഫലം ധനുരാശിക്കാർക്കാണ്. എന്താണെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ ചിലർക്കെങ്കിലും റെസനേറ്റായി എന്ന് വരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പെൻഡുലം ഹൗസിങ്, ജ്യോതിഷം ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് ധനുരാശിക്കാർക്ക് എന്താണ് യൂണിവേഴ്സ് അവർക്ക് നൽകുന്ന മെസ്സേജസ് എന്ന് നോക്കാം. അപ്പോൾ പാസ്റ്റിൽ കിട്ടിയിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് 4 ഓഫ് വാൺസ് എന്ന കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതിലേക്കുള്ളൊരു പാത കണ്ടെത്തി അഭിലാഷ പൂർത്തീകരണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത് കുടുംബപരമായും ഒരു ഔദ്യോഗിക സാമൂഹിക രംഗങ്ങളിലും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നേട്ടങ്ങൾ ആഘോഷിക്കാനും മറ്റുള്ളവരുമായി ഐക്യത്തോടെയും സഹകരണത്തോടെയും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവസരവും യൂണിവേഴ്സ് നൽകിയിരുന്നു. ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന സമൃദ്ധി, സന്തോഷം, ഒരു ടീം വർക്കിലൂടെ നിങ്ങൾ നേടിയെടുത്ത വിജയം, സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ ഒരു സന്തോഷം ഇപ്പോൾ നിങ്ങളിൽ കാണുന്നില്ല. മുന്നിൽ വരുന്ന അവസരങ്ങളെ നിങ്ങളിപ്പോൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് പഠനമോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളോ കുടുംബ ബന്ധങ്ങളിലോ എന്തുമാകട്ടെ, യാതൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരുതരം വിരസത, ദുഃഖം എന്നിവ നിങ്ങളെ പിടികൂടിയിരിക്കുന്നു. പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്താണ്, എനിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിലേക്ക് കൂടുതൽ ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തുക. അത് ക്രിയാത്മകമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ എന്നാലോചിക്കുക. ധൈര്യമായി മുന്നേറുക. കരിയറിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ജോലിസ്ഥലം നിങ്ങളെ വലിയ സമ്മർദ്ദത്തിൽ ആക്കിയേക്കാം. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആയത് കാരണം അടിക്കടി തൊഴിൽ നഷ്ടമോ തിരിച്ചടികളോ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനെ ധൈര്യപൂർവ്വം മറികടക്കുക. ഈ വെല്ലുവിളികൾക്കിടയിലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്താനുള്ള സാഹചര്യമാണ് ഈ വാരത്തിലുള്ളത്. അവ നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ അതിനെ തിരഞ്ഞെടുക്കുക. ഈ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അന്ധകാരം മാറി ഒരു പുതിയ പ്രഭാതം ആണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരാവസ്ഥ മാറാൻ പോകുന്നു. പുതിയൊരു കരിയർ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടരുക എന്നുള്ളതാണ്. അടുത്തതായി കിട്ടിയിരിക്കുന്നത് ഫിനാൻഷ്യലിൽ 8 ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8 ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അധ്വാന ഫലം, പരിശ്രമത്തിൻ്റെ നേട്ടം ഈ വാരം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ വിതച്ച വിത്തിൻ്റെ ഫലം ഇപ്പോൾ കൊയ്തെടുക്കാൻ പോകുന്നു. നിങ്ങൾ എന്ത് കർമ്മമാണോ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തുവാൻ ചെയ്യുന്നത് അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഉപജീവനത്തിലൂടെ ആണെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ 2 ഓഫ് സോർഡ്സ് നൽകുന്നത് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം, ഫാമിലിയിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിൽ ഒരു ഉറച്ച തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതായത് അതിനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങളിൽ കാണുന്നില്ല. നിങ്ങൾ കണ്ണടച്ച് സ്വയം ഇരുട്ടാക്കിയിരിക്കുകയാണ്. അതായത് 2 വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അതിലേതാണ് ചൂസ് ചെയ്യേണ്ടത്, ഫാമിലി കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിലേക്ക് ആവശ്യമായ എനർജി കണ്ടെത്തുക, അതിലേക്ക് മൂവ് ചെയ്യുക. കണ്ണടച്ച് ഇരുട്ടാക്കിയത് കൊണ്ട് മാത്രം കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തുവാൻ സാധിക്കില്ല. വരുന്നത് എന്ത് സാഹചര്യമായാലും അതിനെ ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ ഈ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതിൽ കാണാൻ സാധിക്കുന്നത് മുൻകാലങ്ങളിൽ നടന്ന ദുഃഖകരമായ സംഭവങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നുള്ള നൊസ്റ്റാൾജിയ, സന്തോഷകരമായ പല ഓർമ്മകളിലും നിങ്ങളിലേക്ക് ഈ വാരം എത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ വേണ്ടപ്പെട്ടവരുമായി
ഒരു സമാഗമം ഈ വാരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ ഗതകാല സ്മരണകൾ അയവിറക്കാനുള്ളൊരു വാരമാണിത്. ഔട്ട്കമായ ക്യൂൻ ഓഫ് വാൺസ് പറയുന്നത് നിങ്ങളുടെ ഉയർന്ന ഊർജം, വേഗത, പ്രവർത്തനം ഇവ നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കും എന്നാണ്. നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരണത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള കഴിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും ഉന്നതിയിലേക്ക് എത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. വ്യക്തിപരമായ വളർച്ചയ്ക്കും പ്രൊഫഷണൽ പുരോഗതിക്കുമുള്ള അനുകൂലമായ ഒരു വാരമാണിത്. നിങ്ങൾ സജീവമായ സമീപനം കൈക്കൊണ്ടാൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള പല നേട്ടങ്ങളും ഈ വാരം കൈവരിക്കുവാൻ സാധിക്കും. ഏവർക്കും ഒരു ശുഭകരമായ വാരമാണ് ആശംസിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങളിൽ ചിലർക്കെങ്കിലും റെസനേറ്റായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ സപ്പോർട്ട്, സഹകരണം എനിക്ക് അനിവാര്യമാണ്. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.